പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ദൈവങ്ങളൊക്കെ കാണും. നമ്മുടെ ഇവിടെ ദൈവമായിട്ട് ആരാധിക്കാൻ പറ്റാത്തതെന്ന് നമുക്ക് തോന്നുന്ന ചില സ്ഥലത്തൊക്കെ തമാശയായിട്ട് നമുക്ക് തോന്നുന്ന നമ്മുടെ തന്നെ പല കാര്യങ്ങളും നമുക്ക് തമാശയായിട്ട് തോന്നും. അയ്യോ ഇതെന്താന്ന് തോന്നും. അത് കുറച്ചുകൂടി പരിഷ്കരിക്കപ്പെടുമ്പോൾ നമുക്ക് തോന്നുക. അപ്പോൾ പല നാടുകളിൽ ചെല്ലുമ്പോൾ ഇതിനെങ്ങനെയാണ് കൺസീവ് ചെയ്തേക്കണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ നോക്കുന്നത് ചിലപ്പോൾ ഒരു ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും. പക്ഷേ സന്തോഷമായിട്ട് നോക്കിയത് ആ ഒരു കൾച്ചറൽ വാല്യൂസിൽ അവർ എത്രത്തോളം ഇൻകോപ്പറേറ്റ് ചെയ്ത് ജീവിക്കുന്നു എന്നുള്ള ആസ്പെക്റ്റ് ആയിരിക്കും. പക്ഷേ ചില സ്ഥലത്ത് പോകുമ്പോൾ ഇതിനെ നമ്മൾ തള്ളിക്കളയാനായിരിക്കും ശ്രമിക്കുക. നമ്മൾ കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ട് ഉയർന്നു നിന്ന് കാണാൻ ശ്രമിക്കും. എന്തൊക്കെ വ്യൂസിലാണെന്ന് കണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ദൈവത്തെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? ദൈവം വളരെ വിചിത്രമായിട്ടാണ് പല നാടുകളിൽ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മളിവിടെ ഇരുന്ന് ദൈവത്തെക്കുറിച്ച് ദൈവവിശ്വാസത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ അജിറ്റേറ്റഡ് ആവും ആളുകൾ. അതിൻ്റെ കാരണം എന്താ? ഞാൻ പണ്ട് മുതൽ എന്നെ പൂർവികർ എന്നെ പഠിപ്പിച്ച ആ സിസ്റ്റത്തിൽ ഞാൻ കംഫർട്ടബിളാണ്. അതല്ലാതെ ഒരു ദൈവസങ്കല്പമോ ആത്മീയ സങ്കല്പമോ ഇല്ല എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. ഇതേ ചിന്ത ഇത്രയും ആഴത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ഈ ദൈവത്തിന് മുമ്പിൽ പന്നിയുടെ തല നൈവേദ്യം കൊടുക്കുകയും കള്ള് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പ്രീതിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ചൈനക്കാരൻ്റെ വിശ്വാസം. അവനെ നമ്മൾ കളിയാക്കുകയും നമ്മളാണ് ശരിയെന്ന് പറയുകയും ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഈ യുക്തി നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഈയിടെ ആരോ ഒരാൾ ഒരു കമൻറ്റ് എൻ്റെ ഒരു വീഡിയോ ഇട്ടു, നിങ്ങളൊരു ട്രാവലർ മാത്രമാണ്, വിശ്വാസങ്ങളെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ നിങ്ങൾ ആളായിട്ടില്ലെന്ന്. ഈ വിശ്വാസങ്ങളെക്കുറിച്ച് ഒരു ട്രാവലർ അഭിപ്രായം പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ആമസോൺ മുതൽ ജപ്പാൻ വരെയുള്ള നാടുകളിലെ ഗോത്രവർഗ്ഗക്കാർ മുതൽ ഏറ്റവും പരിഷ്കൃതമാണെന്ന് പറയുന്ന സമൂഹം വരെ പുലർത്തുന്ന വിശ്വാസങ്ങളുടെ വൈവിധ്യങ്ങളും ചിലതിലെ മണ്ടത്തരങ്ങളും അതിൻ്റെ യുക്തിരാഹിത്യവും സഞ്ചരിക്കുന്ന ഒരാൾ കാണുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ്